വേനൽ കടുത്തതോടെ വറ്റി വരണ്ടിരിക്കുകയാണ് കാസർകോട്ടെ പയസ്വിനി പുഴ. പുഴയിൽ വെള്ളമില്ലാതായതോടെ കാർഷിക മേഖല പ്രതിസന്ധിയിലാണ്. കർണാടക സുള്ളിയയിൽ നിർമ്മിച്ച തടയണയിൽ ജലസംഭരണം തുടങ്ങിയത് പ്രതിസന്ധി രൂക്ഷമാക്കിയെന്ന് നാട്ടുകാർ പറയുന്നു. കർണാടക അതിർത്തിയായ പരപ്പയിൽ നിന്നുള്ള പയസ്വിനി പുഴയുടെ കാഴ്ചയാണിത്. വറ്റിവരണ്ട് പുഴയെന്ന പേര് മാത്രമാണ് ഇപ്പോഴുള്ളത്. പയസ്വിനി പുഴ ഇങ്ങനെ വരണ്ടുണങ്ങുന്ന പതിവില്ല. കർണാടക അതിർത്തി മേഖലയോട് ചേർന്ന പുഴ മണലും പാറക്കൂട്ടങ്ങളും മാത്രമായി മാറി. വേനൽ കടുത്തതിനൊപ്പം സുള്ളിയ ആലട്ടി റോഡിലെ പാലത്തിനോട് ചേർന്ന കർണാടക ഭീമൻ തടയണ പണിതതും പ്രതിസന്ധി രൂക്ഷമാക്കിയെന്ന് നാട്ടുകാർ പറയുന്നു. ഈ ഭാഗത്ത് നമുക്ക് വെള്ളമെല്ലാം കിട്ടുന്നുണ്ട്. മറ്റേ സുള്ളിയത്ത് ഡാം കെട്ടിയതുകൊണ്ട് നമുക്ക് അത് മുമ്പ് ചെറുങ്ങനെ കെട്ടിട്ടുണ്ടായതല്ലേ. ഇപ്പൊ വെറുങ്ങനെ കെട്ടിയതുകൊണ്ട് നമുക്ക് വെള്ളം കിട്ടുന്നില്ല. അത് ഒരു കെട്ടാൻ കഴിയും. എന്തായാലും പാവങ്ങൾ എല്ലാവരും കുടിക്കുന്ന വെള്ളമല്ലേ. ഇങ്ങോട്ട് വിട്ടാൽ ഈ സമയത്തെല്ലാം വെള്ളം ആറുന്ന സമയമല്ലേ ഇത്. ഈ സമയത്തെല്ലാം നമുക്ക് നല്ലോണം കുടിക്കാൻ വെള്ളമെല്ലാം കിട്ടുന്നത്. ആടെ കെട്ടിയതുകൊണ്ട് ഈ സമയത്തെല്ലാം ഇങ്ങനെ വെള്ളം ആറുന്നത്. പുഴയെ ആശ്രയിച്ച് കൃഷി ചെയ്തിരുന്ന കർഷകർ ജലസേചനത്തിന് മാർഗമില്ലാതെ ബുദ്ധിമുട്ടിലാണ്. കവുങ്ങും തെങ്ങുമെല്ലാം വെള്ളമില്ലാതെ ഉണങ്ങിത്തുടങ്ങി. പരപ്പ കാനത്തുകരയിലെ കർഷകനായ അബൂബക്കറിന്റെ ഓർമ്മയിൽ പുഴ ഇത്രയും വലിയ വരൾച്ച നേരിട്ടിട്ടില്ല. ഇത് സാധാരണ ആണെങ്കിൽ ഇപ്പോൾ ഇത് ഒരു 3 മാസക്കാലങ്ങളാണ് വെള്ളം തീരെ ഒഴിവില്ലാത്തത്. ഇതൊരു നമുക്കറിയിപ്പോൾ 10-60 വയസ്സായി. 60 വയസ്സിൻ്റെ ഇതുള്ളതാണ് ഇപ്പോൾ ഇത്. ഇത്രയും ലൂസമായിട്ട് കണ്ടിട്ടില്ല. മടിക്കേരി കുടകമലനിരകളിലാണ് കാസർഗോഡിനേക്കാൾ നേരത്തെ വേനൽ മഴ എത്തുന്നത്. പുഴയുടെ ഉദ്ഭവസ്ഥാനത്തിനടുത്തായാണ് കർണാടക തടയണ നിർമ്മിച്ചിരിക്കുന്നത്. വേനൽ മഴ ലഭിച്ചാലും പയസ്വിനി പുഴയ്ക്ക് ഗുണം ലഭിക്കില്ലെന്നാണ് പ്രദേശവാസികളുടെ ആശങ്ക. ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.